നമസ്കാരം. താടി എല്ലുകളിൽ നിന്നും പല കാരണങ്ങളാൽ നഷ്ടപ്പെടുന്ന പല്ലുകൾ എങ്ങനെ റീപ്ലേസ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് രണ്ട് വാക്ക് സംസാരിക്കാം. താടിയിൽ നിന്ന് നഷ്ടപ്പെടുന്ന പല്ലുകൾ റീപ്ലേസ് ചെയ്യാനായിട്ട് നമുക്ക് എടുത്തു മാറ്റുന്ന പല്ലുകൾ, ഉറപ്പിച്ചു വയ്ക്കുന്ന പല്ലുകൾ എന്നുള്ള രണ്ട് രീതിയാണ് കോമണായിട്ട് ഫോളോ ചെയ്യുന്ന രീതി. അതിൽ ഫിക്സ് ചെയ്യുന്ന പല്ലുകൾ ഫിക്സ്ഡ് പാർഷ്യൽ ഡെഞ്ചർ, അതായത് പല്ല് പോയ സ്ഥലങ്ങളിലെ അപ്പുറവും ഇപ്പുറവും രണ്ട് ഭാഗങ്ങളിലുള്ള പല്ലുകളിലേക്ക് ചേർത്ത് വയ്ക്കുന്ന ഒരു രീതിയാണ് ഫിക്സ്ഡ് പാർഷ്യൽ ഡെഞ്ചർ. മറ്റൊന്ന് ഈ ഡെൻ്റൽ ഇംപ്ലാന്റ്. അത് കുറച്ച് കാലമായിട്ട് വളരെ കോമൺ ആയിട്ട് നമ്മുടെ നാട്ടിലും പൊതുവെ ലോകത്തെമ്പാടും ഉപയോഗിച്ച് വരുന്ന രീതിയാണ് ഡെൻ്റൽ ഇംപ്ലാന്റ്സ്. അത് താടിയെല്ലിനുള്ളിലേക്ക് ഒരു ചെറിയൊരു സർജിക്കൽ പ്രൊസീജിയർ വഴി ടൈറ്റാനിയത്തിൻ്റെ ഒരു ഇംപ്ലാന്റ് നമ്മൾ താടിയെല്ലിനുള്ളിൽ ഉറപ്പിക്കുന്നു. അതിൻ്റെ മുകളിലേക്ക് പ്രോസ്തസിസ്, അതായത് പല്ല് അതിൻ്റെ ക്രൗണ് വയ്ക്കുന്ന ഒരു രീതിയാണ് ഡെൻ്റൽ ഇംപ്ലാന്റ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിക്സ്ഡ് പാർഷ്യൽ ഡെഞ്ചറിൽ നമ്മൾ സമീപത്തുള്ള പല്ലുകൾ ഗ്രൈൻഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നു. അത് പണ്ട് മുതൽ ചെയ്തുകൊണ്ടിരിക്കുന്ന രീതിയാണ്. അതിൽ അങ്ങനെ വലിയ ഫോൾട്ട് കാണാൻ പറ്റത്തില്ലെങ്കിൽ പോലും സമീപത്തുള്ള പല്ലുകൾ ഗ്രൈൻഡ് ചെയ്യുന്നത് ആൾക്കാർക്കൊരു മാനസിക ബുദ്ധിമുട്ടുണ്ടാകാനൊരു സാധ്യതയുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ നോക്കുമ്പോൾ ഡെൻ്റൽ ഇംപ്ലാന്റ് ഒരു മികച്ചൊരു സൊല്യൂഷനായിട്ട് തോന്നാം. മുഴുവൻ പല്ലുകൾ പോയവർക്കും പാർഷ്യലായിട്ട് പോയവർക്കും, അപ്പോൾ ഒന്നോ രണ്ടോ പല്ല് പോയവർക്കും ആർക്ക് വേണമെങ്കിലും ഉപകാരപ്പെടുത്താവുന്ന ഒരു രീതിയാണ് ഡെൻ്റൽ ഇംപ്ലാന്റ്. അതിലിപ്പം വളരെ ലേറ്റസ്റ്റ് ആയിട്ടൊരു സൈഗോമാറ്റിക് ഇംപ്ലാന്റ് എന്ന് പറഞ്ഞൊരു പുതിയൊരു ഇംപ്ലാന്റ് കഴിഞ്ഞ ഒരു 4-5 വർഷമായിട്ട് നമ്മുടെ നാട്ടിൽ ചെയ്തു വരുന്ന ഒരു രീതിയുണ്ട്. മുഴുവൻ പല്ലുകളും പോയ വയോധികരായ ആൾക്കാർക്കോ അല്ലെങ്കിൽ ക്യാൻസർ മൂലം പല്ലുകൾ എടുക്കേണ്ട ഒരു സ്ഥിതി വന്ന പ്രായഭേദമന്യേ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഇംപ്ലാന്റാണ് സൈഗോമാറ്റിക് ഇംപ്ലാന്റ്. അത് നമ്മൾ മേൽത്താടിയെല്ലിൽ സൈഗോമ എന്ന് പറഞ്ഞൊരു കവിളെല്ലിലേക്ക് കയറ്റി വെച്ച് അതിൽ മുഴുവൻ പല്ലുകളും വയ്ക്കുന്ന ഒരു രീതിയാണ് സൈഗോമാറ്റിക് ഇംപ്ലാന്റ്. താഴത്തെ താടിയായാലും മേളിലത്തെ താടിയായാൽ പോലും 4 ഇംപ്ലാന്റ് കൊണ്ടോ അല്ലെങ്കിൽ ഒരു 8 വരെയുള്ള ഇംപ്ലാന്റ് കൊണ്ടോ ഒരു ജോ നമുക്ക് കംപ്ലീറ്റ് പല്ല് വയ്ക്കാനായിട്ട് സാധിക്കും. ചില പ്രത്യേക സാഹചര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റി എന്ന് വരില്ല. അതായത് ഇപ്പം ഇറേഡിയേറ്റഡ് ബോൺ, റേഡിയേഷൻ കഴിഞ്ഞ താടിയെല്ലിൽ വയ്ക്കാൻ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ വരും. പിന്നെ ഷുഗർ, മറ്റുള്ള അസുഖങ്ങൾ താടിയെല്ലുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എല്ലിൻ്റെ അസുഖങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ചില കണ്ടീഷൻസിൽ അത് വയ്ക്കാൻ പറ്റിയില്ല എന്ന് വരും. ഇതാണ് നമ്മുടെ ഡെൻ്റൽ ഇംപ്ലാന്റിനെ കുറിച്ച് കുറച്ച് മിനിമമായിട്ട് പറഞ്ഞാൽ നമുക്ക് ഇത്രയും മനസ്സിലാക്കാൻ പറ്റും.